ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബസ് റിവ്യൂവിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ കൂടെ ശ്രീവേട്ടിയുണ്ട് ഗൈസ്. ശ്രീവേട്ടിയുള്ള ഒരു വീഡിയോ തന്നെയാണ് ഗൈസ്. ശ്രീവേട്ടി ലൈവ് ഇട്ടിരുന്നു, എല്ലാവരും കണ്ടിരുന്നു വിചാരിക്കുന്നു ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെയാണ് എല്ലാവരും നിൽക്കുന്നത് ഗൈസ്. ആരും എത്തിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് പേർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ന്യൂന്ന് ഫോർച്യൂണർ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. പിന്നെ 4 കാറാണ് എത്തിയിട്ടുള്ളത് ഗൈസ്. കുറേ ആൾ വരുന്നുണ്ട് ഗൈസ്. റൂം ഫുള്ളാണ്, പക്ഷേ എങ്കിൽ ആരും ഇവിടെ വന്നിട്ടില്ല ഗൈസ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ കൊണ്ട് വർക്ക് ചെയ്യാം ഗൈസ്. എന്നിട്ട് എല്ലാവരെയും കാറൊക്കെ ചെക്ക് ചെയ്യാം ഗൈസ്. നമ്മൾ 3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഗൈസ്. കുറച്ച് ബിസി ആയിപ്പോയി, എല്ലാവരും കാത്തിരുന്നതിന് ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് വാച്ച് അവർ കിട്ടണം ഗൈസ്. ആരും സ്കിപ്പ് അടിക്കാതെ ഇരുന്ന് കാണുക. വാച്ച് അവർ തീരെ ആയിട്ടില്ല ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ആവും. നിങ്ങൾ മാക്സിമം സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് ഗൈസ്. നമ്മുടെ ഇപ്പുറത്ത് തന്നെ ഡിഫൻഡറും കിടപ്പുണ്ട് ഗൈസ്. നൈസ് ഡിഫൻഡർ തന്നെയാണ് ഗൈസ്. ടയറിലെല്ലാം എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഏതൊരു ബസ് വരുന്നുണ്ട് ഗൈസ്. തമ്പുരാൻസിൻ്റെ തമ്പുരാൻസാന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ അപ്പുറം ഫോർച്യൂണർ പാർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് ATZ ABR എന്തോ കണ്ട് ഏതോ പുള്ളിയുടെ വണ്ടിയാണ് ഗൈസ്. ഡിഫൻഡറാണ് ഗൈസ്. പിന്നെ അപ്പുറം ഒരു BMW അടുപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു മച്ചാൻ നിൽപ്പുണ്ട്. പിന്നെ ഗൈസ് BMW തന്നെ ഓറഞ്ച് കളറാണ്, കുഴപ്പമില്ല ഗൈസ്, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഫ്ലൈങ് സ്ക്രീൻ ഇരിപ്പുണ്ട്. ഫ്ലൈങ് സ്ക്രീൻ ഏത് മീറ്റിൽ പോയാലും ഉണ്ടാവും ഗൈസ്. എല്ലാ മീറ്റിലും ഉണ്ടാവും എന്തായാലും. ഒരു ഫ്ലൈങ് സ്ക്രീനെങ്കിലും ഇല്ലാണ്ട് നിൽക്കൂല ഗൈസ്. റാക്സർ വൈറ്റി ഉണ്ട് ഗൈസ്. റാക്സർ വൈറ്റി പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയെന്നെല്ലാം പറയുന്നുണ്ടെന്ന്. ബ്രോക്ക് സ്ക്രീൻ റെക്കോർഡ് എന്തോ ഇഷ്യൂസ് ഉണ്ടാവില്ല, അതാണ് വീഡിയോ ഒന്നും ഇടാൻ കഴിയാത്തത്. നല്ല എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക ഗൈസ്. റാക്സർ വൈറ്റി എന്നാണ് പേര്. തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു ഗൈസ്, കിട്ടിയിട്ടില്ല എനിക്ക്. പിന്നെ ഗൈസ് ഇവിടെ കോബ അങ്ങനത്തെ എന്തോ പറഞ്ഞ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എല്ലാവരും വന്നിട്ട് പിന്നെ ഒരു M5 വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി ഒന്ന് വൃത്തിക്ക് പാർക്ക് ചെയ്തേക്കാം ഗൈസ്. നമ്മുടെ വണ്ടി മാത്രം ഒരു മെനയില്ലാണ്ട് പാർക്ക് ചെയ്യണ്ട ഗൈസ്. TMZ റാക്സർ വൈറ്റി അവിടെ കിടപ്പുണ്ട്. മലയാളി ബോയിൻ്റെ M5 ആണ് ഗൈസ് അത്. പിന്നെ ഒരു BMW വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. അത്യാവശ്യം ഇവിടെ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഏകദേശം ഫുള്ളാനായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു 2 ബ്രോ നിൽപ്പുണ്ട് ഗൈസ്. പിന്നെ റേസർ ബ്രോ ഇവിടെ ഇപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു BMW വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഒരു ബസ് ഉണ്ട് ഗൈസ്. ഖുറേഷി എന്നാണ് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത് ഗൈസ്. പിന്നെ പ്രത്യേകിച്ചെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ M5ൻ്റെ കളർ കുഴപ്പമില്ലല്ലേ, കുറച്ച് ഡാർക്കായി പോയി പക്ഷെങ്കിൽ. പിന്നെ ഇവിടെ ഒരു വണ്ടി അടുപ്പുണ്ട് ഗൈസ്. നമ്മുടെ സ്ലാമഡ് പോയി ആക്കാൻ വിചാരിച്ച വണ്ടിയാണ് ഗൈസ്. ഞാൻ ആക്കാൻ വിട്ടുപോയി, കുറച്ച് പണിയാണ് അതാക്കാൻ. പിന്നെ ഗൈസ് ഇവിടെ റാക്സർ വൈറ്റി റഫാർ മോനൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു BMW ഉണ്ട് ഗൈസ്. ഇത് കളർ ബ്ലൂ കളർ പോലത്തെ ഒരു വണ്ടിയാണ്. പിന്നെ M4 കിടപ്പുണ്ട് ഗൈസ്. ബാറ്റ്മാൻ്റെ വണ്ടിയാണ് ഗൈസ്. ഓറഞ്ചാണ്, കുഴപ്പമില്ല. പിന്നെ ഈ M5 ആണ് ഞാൻ പറയുന്നത്. കുറച്ച് ഡാർക്ക് കളറായി പോയി ഗൈസ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നീലയായിട്ട് ഒരു രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് ഗൈസ്. ഖുറേഷി എന്ന് പറയുന്ന ഒരു ബസ്സാണ്. കർട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സൈഡ് കുറച്ച് കൊളായ പോലെ ഉണ്ട് ഗൈസ്. എന്തോ ഒരു പ്ലെയിനായിട്ട് ലൈനൊക്കെ താഴെ വന്ന പോലെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. തമ്പുരാൻസിൻ്റെ ബസ്സാണ് ഗൈസ്, കുഴപ്പമില്ല. തമ്പുരാൻസിൻ്റെ ടീമൊക്കെ നൈസാണ് ഗൈസ്. പിന്നെ ആരും പ്രത്യേകിച്ച് വരുന്നതെന്ന് കാണുന്നില്ല ഗൈസ്. എല്ലാവരും ഇവിടെ തന്നെ വന്ന ആൾ തന്നെ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എല്ലാവരും ഉണ്ട് ഗൈസ്. പിന്നെ ആരും ഇവിടത്തേക്ക് വരുന്നില്ല, എല്ലാവരും അങ്ങും ഇങ്ങനെ നടക്കലാണ് ഗൈസ്. പിന്നെ എല്ലാവരും നടപ്പുണ്ട് ഗൈസ്. ഈ ഡിഫൻഡർ കുറച്ച് നടുക്കായി പോയി പാർക്ക് ചെയ്തത്. നമുക്ക് എന്നാൽ അപ്പുറം പാർക്ക് ചെയ്തേക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ M5 ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ കമൻറ്റ് എല്ലാവരും ഇടാൻ ശ്രമിക്കുക ഗൈസ്. എന്തായാലും ഇടാം. ലവിൻ്റെ ചിഹ്നങ്ങായിട്ട് ഇട്ടാൽ മതി, ഏതായാലും ഇട്ടാൽ മതി. കമൻറ്റ് ഇട്ടാൽ അത്രയും നല്ല ഗൈസ്. 26 വാച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇല്ല. പിന്നെ വാച്ചിങ്ങും കുറവാണ് ഗൈസ്. മാക്സിമം ഒരു 100 വ്യൂവേഴ്സൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക ഗൈസ്. 100 വ്യൂവേഴ്സൊക്കെ എത്തിച്ചാൽ നമുക്ക് നല്ലോണം വാച്ച് അവർ കിട്ടും.
1K വ്യൂവേഴ്സാണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ്. ഈ 1K അടിച്ചിനെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിവ് അവേ ഉണ്ട് ഗൈസ്. പിന്നെ 50 ലൈക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഗൈസ്. 50 കിട്ടുക കിട്ടി, പോയാൽ പോയി. 50 ലൈക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഗൈസ്. അത് അടിച്ചിനെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ഗിവ് അവേ ഉണ്ട് ഗൈസ്. 5 പേർക്ക് കിട്ടുന്ന ഗിവ് അവേ ഉണ്ട് ഗൈസ്. ഈ BMW നൈസാണ് ഗൈസ്. പിന്നെ ഒരു M5 വന്നിട്ടുണ്ട്, ഗ്രീൻ കളറാണ് ഗൈസ്. പ്ലെയിന് ഒരു വർക്കും ചെയ്തിട്ടില്ല, കുറച്ച് പൊന്തിച്ചെന്ന് തോന്നുന്നു ഗൈസ്. പൊന്തിച്ച് അല്ലെങ്കിൽ എൻ്റെ ലോർ ചെയ്തിട്ട് അങ്ങനെ തോന്നുന്നു. എല്ലാവരും ഇവിടെ എന്തെല്ലോ കുറേ ഒരാൾ അലമ്പാക്കുന്നുണ്ട് ഗൈസ്. അവനിപ്പം കാണുന്നില്ല, നേരത്തെ അലമ്പേനു. അവൻ പോയി എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. എല്ലാവരും ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഈ ഫോർച്യൂണർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക. റാക്സർ മച്ചാൻ്റെ ഫോർച്യൂണറാണ്. ഫോർച്യൂണർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഉടനെ വരുന്നതാണ്. ബുക്കിംഗ് വീഡിയോ എടുത്ത് വെച്ചിന്, അത് ഇടണം ഗൈസ്. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, കുറച്ച് ദിവസം ബിസി ആയിപ്പോയി. റാക്സർ മച്ചാൻ്റെ അടിപൊളി ഫോർച്യൂണർ തന്നെയാണ്. കുറേ ആൾ ഫോർച്യൂണർ വിൽക്കുന്നുണ്ട് ഗൈസ്. ശ്രീവൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 60 ഉറുപ്പ്യക്ക് ഫോർച്യൂണർ വിൽക്കുന്ന ഒരാളുണ്ട് ഗൈസ്. ശ്രീവൈറ്റി ഇൻസ്റ്റയിൽ ഇട്ടണ്. ഇവിടെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഫോർച്യൂണർ തരുമോ എന്ന് പറഞ്ഞിട്ട് അടിയാണ് ഗൈസ്. ഫോർച്യൂണർ വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവൻ്റെ വേക്കിൽ ഓടുന്നുണ്ട് ഗൈസ്. എല്ലാവരും ലൈനായിട്ട് പോകുന്നു ഗൈസ്. ഇതെന്താണ് സംഭവം? കൊബ്ബ എന്ന് പറയുന്ന ഒരു ബ്രോ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. TMZ ബെൻസ് ഇവിടെ വെക്കുന്നുണ്ട്. ആരും വന്നിട്ടില്ല ഗൈസ്, എല്ലാവരും അങ്ങും ഇങ്ങൊക്കെയാണ് ഉള്ളത് ഗൈസ്. ഇനി എല്ലാവരും വന്നിട്ട് കാണാം ഗൈസ്. കുറച്ച് നേരം സ്കിപ്പ് അടിക്കുക, വെറുതെ ഇരുന്ന് ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. ഇവിടെ ഒരു ബസ് വന്നിട്ടുണ്ട് ഗൈസ്. തമ്പുരാൻസിൻ്റെ ഒരു അടിപൊളി ബസ് തന്നെയാണ് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. അതാണ് നിങ്ങൾക്ക് കാണിച്ചത് ഗൈസ്. ഭദ്രകാളി എന്ന് പറയുന്ന ഒരു ബസ്സാണ്. ആരും വന്നിട്ടില്ല, ബസ് വന്നിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് ഗൈസ്. അത്രേ ഉള്ളൂ. പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് സബൊക്കെ അടിക്കുക. കൺസ്ട്രക്ഷൻ വർക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഗൈസ്. അതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിലോട്ട് എടുക്കാനാണ് ഫോർച്യൂണർ വിചാരിക്കുന്നത് ഗൈസ്. വെറുതെ ഇതിനെ പൈസ എല്ലാം കൊടുത്ത് എടുക്കുന്ന ഗൈസ്. പണിയെടുത്തെടുക്കണം, അതിനാണ് CPM നമുക്ക് ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തരുന്നത്. വെറുതെ ഈ പൈസ ഒന്നും കൊടുത്ത് വാങ്ങുന്നൊരു സുഖമില്ല ഗൈസ്. അതാണ് നാം അങ്ങനെ വാങ്ങാത്തത്. പിന്നെ ഗൈസ് ഒരു യെല്ലോ ഫോർച്യൂണർ വന്നിട്ടുണ്ട്. കാണാൻ കുഴപ്പമില്ലല്ലേ, നല്ല ലുക്കുണ്ട്. യെല്ലോ അടിച്ച് കുറച്ച് ഹൈറ്റൊക്കെ ആക്കിന്. ഗാർച്ചിന്നങ്ങാറ്റം പറയുന്ന ഒരു ബ്രോൻ്റെ വണ്ടിയാണ്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ഡിഫൻഡർ ഉണ്ട്, നേരത്തെ കാണുന്ന ഡിഫൻഡർ തന്നെയാണ് ഗൈസ്. ഇനി ആരെയും വന്നാൽ ഞാൻ കാണിക്കാം നിങ്ങളെ ഗൈസ്. ഇവിടെ പിന്നെ ഒരു BMW എടുപ്പുണ്ട്, റേസറിൻ്റെ വണ്ടിയാണ് ഗൈസ്. കാണാൻ കുഴപ്പമില്ല ഗൈസ്, രസമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഡിഫൻഡറും ഫോർച്യൂണറും നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഈ M4 ഒക്കെ തിരിച്ച് വന്നിട്ടുണ്ട്, എവിടെയോ പോയിട്ടാണുള്ളത്. ഇവരില്ലേ എന്നാ പരിപാടി എന്ന് വെച്ചാൽ ഏടിയാണ് ബസ് നിർത്തിയിട്ടുണ്ട് ആടെ വന്നിട്ട് നോക്കും ഗൈസ്. അതാണ് ഇവരെ പണി. പിന്നെ റൂമിൽ 20 ആളുണ്ട് ഗൈസ്. ശ്രീവൈറ്റിയൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ശ്രീവൈറ്റി ഫോർച്യൂണറാണ് എടുത്തിന്. 20 ആളുണ്ട് ഗൈസ്. ഒരാൾ ഇവിടെ ഇല്ല ഗൈസ്, എല്ലാവരും എവിടെയോ ആണ് ഉള്ളത്. ആരും ഇവിടത്തേക്ക് വന്നിട്ടില്ല ഗൈസ്. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ അവിടെ ഒരു BMW വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ശ്രീവൈറ്റി വന്നിട്ടുണ്ട് ഗൈസ്. ശ്രീവൈറ്റിൻ്റെ ഒരു അടിപൊളി ഫോർച്യൂണർ തന്നെയാണ് ഗൈസ്. നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. എല്ലാവരും ബ്രോനോട് ചോദിക്കുന്നുണ്ട് ഫോർച്യൂണർ തരുമോ എന്ന്. പിന്നെ ഗൈസ് ഒരു ബസ് വരുന്നുണ്ട്, അതേതാണ് ബസ്? തമ്പുരാൻസാണോ ഡൊറാഡോ ഏതൊരു ബസ്സാണ് ഗൈസ്. പിന്നെ ശ്രീവൈറ്റിൻ്റെ ഫോർച്യൂണർ അവിടെ കിടപ്പുണ്ട് ഗൈസ്. എല്ലാവരും മെസ്സേജിലെല്ലാം എന്തെല്ലാം ഓടുന്നുണ്ട് ഗൈസ്. 2 ഫോർച്യൂണർ എടുക്കാൻ എന്താ രസം കാണാൻ. ഫോർച്യൂണർ എന്തായാലും എടുക്കും, നിങ്ങൾ പേടിക്കണ്ട ഗൈസ്. ഇനി ആക്കല്ലേ പ്ലീസ് ഗൈസ്, അലമ്പാക്കല്ല എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ശ്രീവൈറ്റി ഉള്ളിൽ കയറിയിട്ടില്ല ഇതുവരെയായിട്ട്. പിന്നെ ഇവിടെ ഒരു ജീപ്പുണ്ട് ഗൈസ്. ജീപ്പ് അതിന് പേരെന്തേനും ഗൈസ് മറന്നായി, എന്തോ ഉണ്ട് ഗൈസ്. റാംഗ്ലർ അല്ലല്ലോ, ഏതാണ് മറന്ന. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ഒരു സിവിക് ഉണ്ട്, പിന്നെ ഒരു ഇവിടെ വണ്ടിയുണ്ട്. പിന്നെ ഗൈസ് ശ്രീവൈറ്റി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ശ്രീവൈറ്റി ലൈവ് ഇടലാന്ന് ഞാൻ പറഞ്ഞത് ഗൈസ്. ലൈവ് ഇടുന്നുണ്ട് എന്നാണ് ബ്രോ പറഞ്ഞത്. ശ്രീവൈറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്രോ ലോഗോ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൈസേനു. ലോഗോ കൊടുത്തിട്ടില്ല പക്ഷേങ്കിൽ. എല്ലാവരും ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇപ്പം എല്ലാവരും ഇവിടെ വന്നതെന്ന് തോന്നുന്നു. ഇനി ബസ്സും കൂടി റിവീൽ ചെയ്താൽ മതി ഗൈസ്. ബസ് കുറേ ടൈമായി ഇവിടെ നിൽക്കുന്നു.
10 മിനിറ്റായി ഗൈസ് ഏകദേശം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നെ ബസ്സൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഗൈസ്. എല്ലാവരും ശ്രീബ്രോൻ്റെ വേക്കിൽ തന്നെ അടപ്പുണ്ട് ഗൈസ്. ശ്രീവൈറ്റിനോട് എല്ലാവരും കാറ് കാണാൻ ചേരുമോ എന്തെല്ലോ ചോദിക്കുന്നുണ്ട് ഗൈസ്. പിന്നെന്താണെന്ന് പിന്നെ ഇവിടെ ഒരു സ്ലാമഡ് പോയിൻ്റ് മറ്റേ അതിൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്കറിയാൻ കമൻറ്റ് ചെയ്യുക ഗൈസ്. ലൈവാണോ എന്ന് ചോദിച്ചാലും ലൈവാണെന്നാണ് പറഞ്ഞത് ഗൈസ്. ഹാന്ന് അയച്ച് അത്ര തന്നെ. പിന്നെ വേറൊന്നുമില്ല. എല്ലാവരും ഇവിടെ കൂടി നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ തന്നെ നിൽക്കാം. ബസ് വരുന്നവരെ ഇനി കാത്തിക്കണം ഗൈസ്. ആരും ഇവിടെ വന്നിട്ടില്ല. ബസ് ഇവിടെ വന്നിട്ടില്ല ഗൈസ്. ഫ്ലൈങ് സ്ക്വയറിൽ സെയിലിന് ഇടുന്നതാണ്. സെയിലൊന്നും ഇടൂല ഗൈസ്. അങ്ങനത്തെ പിരാന്തൊന്നും ആർക്കുമില്ല. ഫ്ലൈങ് സ്ക്വയറിലെല്ലാം സെയിലിലിടുകയെന്ന് എന്ത് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം. ആ ഫ്ലൈങ് സ്ക്വയറിൽ ആക്കലുണ്ട് ഗൈസ്. ഇപ്പം മടിയാക്കാൻ പണിയാണ് ആക്കാൻ പിരാന്താണ് ഓരോ കളി വെച്ച്. നമ്മൾ സിവിക്കിനാണ് ആക്കിയത് ഗൈസ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സിവിക്ക് എടുത്തിട്ടില്ല. സിവിക്ക് തന്നെ കുറേ കാലമായി ഓടിക്കുന്നത്. ഇപ്രാവശ്യം M5 ഓടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഗൈസ്. ലെങ്ത് തന്നെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ലെങ്ത് ആയിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ഫുള്ളിരുന്ന് കാണണം. അതാണ് എൻ്റെ ആകെയുള്ള അഭിപ്രായം. എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. ശ്രീവൈറ്റിനെ കൂടിക്കണം. ബസ് റിവീൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് തന്നെയാന്ന് തോന്നുന്നു. പവിയ മല്ലി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഫോണ്ട് ഏതായാലും കൊള്ളാം ഗൈസ്. പിന്നെ ഒരു ഗേളിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട് ഗൈസ് ബസ്സിൻ്റെ സൈഡിൽ. വേറെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് നൈസാക്കിയിട്ടുണ്ട് ഗൈസ്. പവിയ മല്ലി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. പവിയ മല്ലി ബസ്സാണ്. ഇതാര ഓണർ എനിക്കറിയില്ല ഗൈസ്. ആരെയാണ്? മാർക്കോ ആരോ ആണ് ഓണർ. ബസ് ഏതായാലും കുഴപ്പമില്ല, കാണാനൊക്കെ രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് ഇതാണ് ബസ്സിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഗൈസ്. ഫ്രണ്ടിൽ തമ്പുരാൻസിൻ്റെ ഒരു ബസ്സാണ് ഗൈസ്. ഫ്രണ്ടിൽ 2 കണ്ണൊക്കെ ഐസിൻ്റെ ചിഹ്നമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. മറ്റേ സ്ക്രീന് പോലെ ഖലീഫയിലെല്ലാം ഉള്ള പോലെ. തമ്പുരാൻസിൻ്റെ ഒരു അടിപൊളി ബസ് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് ഗൈസ്. പിങ്ക് കളറാണ്. ഇതൊരു പൂക്കി എഡിഷൻ പോലെയാണുള്ളത് ഗൈസ്. പിന്നെ വർക്ക് ചെയ്താൽ പൊളിച്ചട്ടോ, നൈസാണ് ഗൈസ്. ഈ ബസ്സിൻ്റെ ഓണർ ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ബ്രോൻ്റെ വർക്ക് ചെയ്താലും നൈസാക്കിനി. ഇത് എവിടുന്ന വർക്ക് ചെയ്തതെന്ന് എന്ന് പറയുക. വർക്ക് ചെയ്യിപ്പിച്ചാണോ അല്ലെങ്കിൽ ബ്രോ തന്നെ ചെയ്താണോ എന്ന് പറയുക ഗൈസ്. പിന്നെ പി കമ്പനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നൊരു ലിപ്സ്റ്റിക്കിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് ഗൈസ്. ലിപ്സ്റ്റിക്കല്ല, ലിപ്പിൻ്റെ ചുണ്ടിന് ലിപ്പ് തന്നെയല്ല അറിയാം ഗൈസ്. പിന്നെ ഇവിടെ ഒരു ഫ്ലൈങ് സ്ക്വയറിലാണ് എല്ലാവരും കൂടിയിരിക്കുന്നത് ഗൈസ്. എന്താണ് സെയിലിന് ഇടുന്നതാണോ എന്തിനാണെന്നറിയില്ല ഗൈസ്. സെയിലിൽ ഇടുന്നതാണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ബ്രോ സെയിലിലൊന്നല്ല ഇടുന്നത് ഗൈസ്. നിങ്ങൾ ഈ റൂമിലുണ്ടായിരുന്ന ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ഇടുക. കമൻറ്റ് മാക്സിമം ഇടുക ഗൈസ്. നെക്സോൺ വൈറ്റിൻ്റെ ഫ്ലൈങ് സ്ക്വയറിലാണ് ഗൈസ്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടുക. ഇതിൻ്റെ ഓണർ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ഗൈസ്. എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. ആരും ഇവിടെ നിന്ന് പോയിട്ടില്ലെന്നും. തമ്പുരാൻസിൻ്റെ ഒരു ബസ് അവിടെ ഉണ്ട്. പിന്നെ ഒരു ജീപ്പ് ഇവിടെ ഉണ്ട് ഗൈസ്. പവേർഡ് ബൈ ഫ്ലൈങ് സ്ക്വയറിൽ നിന്നും കൂടി എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആരും വന്നിട്ടില്ല ഗൈസ്. ഇത്രയൊക്കെ വണ്ടിയേ ഉള്ളൂ. പക്ഷേ 20 ആൾ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. 20 ആൾ റൂമിലുണ്ട്. ഇവിടെ 20 ആൾ ഉണ്ടോയെന്നറിയില്ല ഗൈസ്. എല്ലാവരും ബസ്സിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടവരെ ഇവിടെ കാണുന്നുള്ളൂ ഗൈസ്. പുതിയതായിട്ട് ആരും വരുന്നൊന്നുമില്ല ഗൈസ്. വീട്ടിൻ്റെ ഫോർച്യൂണർ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ ബ്ലാക്ക് റാക്സറിൻ്റെ ഫോർച്യൂണർ കുറച്ചും കൂടി ഹൈറ്റാക്കിയിരുന്ന കൊല്ലാനും. ബാറ്റ്മാൻ്റെ M4 അവിടെ കിടപ്പുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല രസമുണ്ട് ഗൈസ്. ഇപ്പോൾ വേറെ ആരും ഇവിടെ വന്നിട്ടില്ല ഗൈസ്. ഇനി വന്നാൽ കാണിക്കാം ഗൈസ്. പിന്നെ വേറൊരു മച്ചാനെ അവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും അവിടത്തേക്കാണ് പോകുന്നത്. ശ്രീവൈറ്റി എല്ലാവരും. വേറൊരു മനുഷ്യൻ ഇവിടെ ഒറ്റയ്ക്ക് ഇപ്പുണ്ട് ഗൈസ്. എന്താണ് അറിയില്ല. ഫോട്ടോ എടുക്കാനെങ്ങാറ്റം വന്നായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഇട്ടാൻ വേണ്ടിയിട്ട് വന്നായിരിക്കും. പിന്നെ ഇവിടെ കീപ്പ് എന്ന് പറയുന്ന ഒരു അടിപൊളി സിവിക്ക് ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. അത്യാവശ്യം ലുക്കുള്ള വണ്ടി തന്നെയാണ്. ബ്ലാക്ക് കളറിൽ വർക്ക് ചെയ്ത വണ്ടി തന്നെയാണ്. അത്യാവശ്യം വർക്ക് അങ്ങനെ ഇല്ല. കുറച്ച് ടെക്സ്റ്റ് ഉണ്ട് ഗൈസ്. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ വേറെ വണ്ടിയൊന്നും വന്നിട്ടില്ല ഗൈസ്. നമ്മുടെ M5 ഇവിടെ ഉണ്ട്.
ഇവിടെ എംഫൈൻ്റെ ചുറ്റും കുറേ ആൾ നടത്തുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ശ്രീവൈട്ടി ഇവിടെ ഇപ്പുണ്ട് ഗൈസ്. ഇതാരാ MDG നാർക്കോസിൻ്റെ ആറാന്ന് തോന്നുന്നു ഗൈസ്. എല്ലാവരും മണിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. പിന്നെ ആരെയും ഇവിടെ കാണുന്നില്ല ഗൈസ്. എല്ലാവരും അങ്ങും ഇങ്ങൊക്കെ നടന്ന് കളിക്കലാതെ പടി ഗൈസ്. പിന്നെ ഇവിടെ ഒരാൾ മണി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. X777 എന്ന് പറയുന്ന ഒരു ബ്രോ ആണ് ഗൈസ്. നമുക്ക് ഏതായാലും അയച്ചെടുക്കാം ഗൈസ്. കുറേ നേരമായില്ലേ ചോദിക്കുന്നത് ഗൈസ്. ഇനി ഏതായാലും അയച്ചെടുക്കാം. എത്ര അയച്ചെടുക്കും? 2 ലക്ഷം അയച്ചെടുക്കാം ഗൈസ്. നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ആരെങ്കിലും ചോദിച്ചതിനെങ്കിൽ കൊടുക്കല്ലേ, കൊടുക്കൊന്നും വേണ്ട ഗൈസ്. M5 ഒക്കെ ഉണ്ട് ഗൈസ്. ബ്രോക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും M5 എല്ലാം ഉണ്ട്. ചോദിച്ചുകൊണ്ട് കൊടുത്തിയാണ് ഗൈസ്. കുറേ നേരമായി അലമ്പാക്കുന്ന ചോദിച്ചിട്ട്. എനിക്ക് ചോദിച്ചാൽ കൊടുക്കുന്നില്ല ഗൈസ്. കിട്ടിയിട്ടില്ല എന്നിട്ട് പറഞ്ഞു. ഈ മേടിക്കുന്ന എല്ലാ വീഡിയോ തന്നെ ഉണ്ട് ഗൈസ്. പിന്നെ ബസ് ഒരു സൈഡാക്കാനല്ല എന്തെല്ലാം പറയുന്നുണ്ട് ഗൈസ്. അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഓടിച്ച് M5 ഒക്കെ അലമ്പാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പോകാനൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. കുറേ ആൾ ഏകദേശം പോയിട്ടുണ്ട്. നോക്കിയതായാലും വണ്ടി കുറച്ച് ഇപ്പുറത്തോട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ആരെ പാർക്ക് ചെയ്തോട്ട്. പിന്നെ ഗൈസ് നമ്മുടെ പോലീസ് ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അത് നൈസ് വീഡിയോ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കാണുക ഗൈസ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. ഇൻസ്റ്റയിൽ എല്ലാവരും മെസ്സേജ് അയച്ചിരുന്നു ഗൈസ്. പാർട്ട് 2 വേണമെന്ന് കുറേ ആൾ പറഞ്ഞിരുന്നു ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് അടുത്ത ആഴ്ചൻ്റെ ഉള്ളിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇറക്കാൻ നോക്കാം ഗൈസ്. കുറച്ച് ആളെ ആവശ്യമുണ്ട്. ആളെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടു ഗൈസ്. കുറച്ച് തിരക്കായി പോയി. അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ വീഡിയോ വരേണ്ടത് തന്നെയാണ് ഗൈസ്. പുരേ കൂടുതലുണ്ടായിരുന്നു ഗൈസ്. അതിന് പോയിട്ടാണ് കുറച്ച് ഇതായിപ്പോയത്. പിന്നെ ശ്രീവൈട്ടി പോക്കാണെന്ന് തോന്നുന്നു ഗൈസ്. X777 കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഗൈസ്. കുറേ വട്ടം കൊടുത്ത് ശ്രീവൈട്ടി കൊടുത്തിരുന്നാന്ന് പറഞ്ഞത് ഗൈസ്. എന്നിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഗൈസ് ആ ബ്രോ പറയുന്നത് ഗൈസ്. നിങ്ങൾ ശ്രീവൈട്ടിൻ്റെ ലൈവ് ചെക്ക് ചെയ്തതിനെ കാണാം. ശ്രീവൈട്ടി എത്ര 3 ലക്ഷം കാറ്റ് അയച്ചെടുത്തത്. 2 ലക്ഷം തോന്നുന്നു ഗൈസ് അയച്ചെടുത്തത് ഗൈസ്. ഈ ബസ് വലുതായതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല ഗൈസ്. 2 വലിയ ബസ് ഗൈസ്. ഇത് നൈസ് വർക്ക് ചെയ്ത ബസ് തന്നെയാണ് ഗൈസ്. ടോക്കിയോ എന്ന് പറയുന്ന ഒരു ബസ്സാണ് ഗൈസ്. അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം ഗൈസ്. എന്നാൽ നമ്മൾ ഇൻറ്റീരിയർ ഒന്ന് സേവ് ചെയ്യലാണ് ഗൈസ്. അക്കൗണ്ട് മാറ്റുന്നതിന് ഇൻറ്റീരിയറും ഡൗൺലോഡ് ഇൻറ്റീരിയറും എല്ലാം നിൽക്കേണ്ട ആവശ്യമാണ് ഗൈസ്. ഇവിടുന്ന് മാറിത്തരുന്ന ലക്ഷ്യമൊന്നും ഇല്ല. ഏതായാലും നമുക്ക് സൈഡിലൂടെ വേഗം എടുത്ത് റിവേഴ്സ് എടുത്തിട്ട് വേഗം പോകാം ഗൈസ്. ഇവിടെ അലമ്പാകുന്നുണ്ട് ഗൈസ്. എല്ലാവരും പോക്കാണ് ഗൈസ്. TMZ ബെൻസൊക്കെ പോക്കാണ് ഗൈസ്. ബെൻസിന് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ബ്രോ കമൻറ്റൊക്കെ ഇട്. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക ഗൈസ്. പിന്നെ നമുക്ക് ഏതായാലും ഇവിടെ നിന്നാലും നേരെ ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ പോലീസ് ചേസിൻ്റെ എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. കമൻറ്റ് എല്ലാവരും ചെയ്യുക ഗൈസ്.